ചക്കയും ഷുഗറും എന്നതാണ് ഇന്നത്തെ വിഷയം. മലയാളികളെ സംബന്ധിച്ചോളം ചക്ക അവൻ്റെ ഒരു പദ്യ ആഹാരമാണ്. 6 മാസം ചക്ക എന്നാ പറയാറുള്ളത്. വളരെ വില കുറഞ്ഞ ഒരു ഫലമാണ്. അതുകൂടാതെ രാസവളമോ കീടനാശിനി ഇല്ലാതെ വിളഞ്ഞു വരുന്നൊരു ഫ്രൂട്ടാണ്. ധാരാളം പൊട്ടാസ്യം അടങ്ങിയതാണ്, ധാരാളം ഫൈബർ അടങ്ങിയതാണ്. അതുപോലെ വിറ്റാമിൻ ബി, വിറ്റാമിൻ B6, വിറ്റാമിൻ സി തുടങ്ങിയ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല ഇഷ്ടമുള്ളൊരു ഫലമാണ് ചക്ക. ചക്കയിൽ ഷുഗർ ആണെങ്കിൽ അരിയിലുള്ളതിൻ്റെ ഒരു 1/3 ഉള്ളൂ എന്ന് പറയാം. അരിയിൽ ഏതാണ്ട് 74% തൊട്ട് 80% വരെ ഷുഗർ വരും. ചക്കയിൽ 22 തൊട്ട് 25% വരെ ഷുഗറാണ് വരണത്. ചക്കക്കുരുവിനാണെങ്കിൽ 35% തൊട്ട് 40% വരെ ഷുഗർ വരും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ കിട്ടുന്ന പഴങ്ങളിലെ ഏറ്റവും ഷുഗർ കൂടിയ പഴമാണ് ചക്ക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ചക്ക ഉപയോഗിക്കാൻ. ചക്ക പഴത്തിനേക്കാളും സേഫ് പച്ചച്ചക്കയാണ്. എത്രത്തോളം മൂപ്പ് കുറയുന്നു അത്രത്തോളം അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞു വരും. പച്ചച്ചക്കയിലുള്ളത് സ്റ്റാർച്ചാണ്. അത് പഴുക്കുമ്പോഴത് ഗ്ലൂക്കോസ് ആയിട്ടും ഫ്രക്ടോസ് ആയിട്ടും മാറും. അതുകൊണ്ട് പച്ചച്ചക്കയിലേക്കാളും പെട്ടെന്ന് പഴത്തിലെ ഷുഗർ നമ്മുടെ ബ്ലഡിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്ക് പഴത്തിനേക്കാളും സേഫ് പച്ചയാണെന്ന കാര്യം മനസ്സിലാക്കണം. ചക്കയിലും ഷുഗറുണ്ട്, അരിയിലും ഷുഗറുണ്ട്. അതുകൊണ്ട് ചക്കപ്പുഴുക്കും കഞ്ഞിയും പ്രമേഹമുള്ളവരെ സംബന്ധിച്ചോളം സേഫ് ആയിട്ടുള്ള ഫുഡല്ല. ചക്ക കഴിക്കുമ്പോൾ ചക്ക മാത്രം കഴിക്കുക, കഞ്ഞി കഴിക്കുമ്പോൾ കഞ്ഞി മാത്രം കഴിക്കുക, രണ്ടും കൂട്ടിക്കഴിക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചക്കയിൽ ഷുഗറൊന്നുമില്ല, പ്രമേഹമുള്ളവർക്ക് ഇഷ്ടം പോലെ കഴിക്കാമെന്നുള്ള ചില പരാമർശങ്ങൾ കാണാറുണ്ട്. ഇത് കണ്ട് പലരും അമിതമായിട്ട് ചക്ക കഴിച്ച് ഷുഗർ സ്പൈക്ക് ചെയ്തായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ തയ്യാറാക്കിയത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് വേണം നാളെ തൊട്ട് ചക്ക കഴിക്കാൻ.